കഴിഞ്ഞ 2 ദിവസമായിട്ട് അറബിക് ലോകത്തെ ഏറ്റവും പോപ്പുലറായ അൽ ജസീറ ചാനൽ അതിൻ്റെ എഡിറ്റോറിയൽ പോളിസിയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ്. കാരണം ഞാനിത് ഇടയ്ക്ക് അവരുടെ ഡിബേറ്റൊക്കെ കാണുന്നത്. അവർ ഗാസ പ്രശ്നം പറയുന്നു, ഇറാൻ്റെ പ്രശ്നം പറയുന്നു, അവർ വാർ ജയിക്കുന്നു എന്ന് പറയുന്നു, ലെബനനിൽ ഹിസ്ബുള്ള അടിച്ചു കയറുന്നു എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ വലിയ രീതിയിൽ അങ്ങ് മാറി. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചീഫ് അനലിസ്റ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ അനലിസ്റ്റ്. അയാളുടെ പേര് മാർവ ബിഷറ. കാരണം ഇയാളുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ്. ഇദ്ദേഹം അറബിക് മുസ്ലിമാണ്. ഇദ്ദേഹം ജനിച്ചത് ഇസ്രായേലിലാണ്, നസറേത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇദ്ദേഹത്തിൻ്റെ പേരൻസ് സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. അതിനുശേഷം പഠനമെല്ലാം കഴിഞ്ഞിട്ട് PhD ഒക്കെ എടുത്തിട്ട് ഈ അറബ് പൊളിറ്റിക്സിൻ്റെ എക്സ്പേർട്ടാണ് പുള്ളി. നല്ലപോലെ ഈ സംഭവങ്ങൾ പഠിച്ച് എഴുതാൻ കഴിയുന്നയാളാണ്. പക്ഷേ ഈ ചാനലിന് വേണ്ടി മറ്റുള്ള കാര്യത്തിന് ഇയാൾ ഭയങ്കരമായിട്ട് ബയസ്ഡായി. എനിക്ക് തോന്നുന്നു ഈ ചാനലിലെ പൊളിറ്റിക്കൽ സംഭവങ്ങളൊക്കെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ആണി എന്ന് പറയുന്ന ഇയാളാണ്. കാരണം ഇയാൾ ബന്ധപ്പെട്ട് ഇയാളുടെ ഡിസ്കഷൻസും കാരണം ഇദ്ദേഹം നേരത്തെ ഒരു അറബ് ഇംഗ്ലീഷ് പത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ ഞാൻ ഇയാളുടെ ലേഖനമൊക്കെ വായിക്കുന്നത്, നല്ലപോലെ കോളം എഴുതും. അറബ് പൊളിറ്റിക്സ്, അമേരിക്കയുടെ സംഭവം, അറബിൻ്റെ ജിയോ പൊളിറ്റിക്സ്, അവിടുത്തെ കോൺഫ്ലിക്റ്റ്, ഇസ്രായേലിൻ്റെ പ്രശ്നം, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത്, പിന്നെ പുള്ളിക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ട്, കാരണം ഇയാൾ ഇസ്രായേലിനെതിരാണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനും നല്ലപോലെ വിശദീകരിക്കാനും നല്ല ആർട്ടിക്കുലേറ്റീവായിട്ട് നരേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇതുമായിട്ട് കേരളത്തിൻ്റെ കണക്ഷനുണ്ട്. കാരണം ഈ അൽ ജസീറ ചാനൽ കണ്ടിട്ട് അതേപോലെ കോപ്പി അടിച്ച് കോഴിക്കോടിൻ്റെ സാറ്റലൈറ്റ് ചാനൽ അത് മലയാളത്തിൽ ഇത് ചർച്ച നടത്തും. ഇതൊക്കെ അറിയാമല്ലോ. അപ്പം ഞാനൊരു അവിടെ ഇരിക്കുന്ന കിടകന്മാരെക്കാളും എനിക്ക് സിഞ്ഞായ എക്സ്പീരിയൻസ് അല്ലയോ. ഞാൻ 10-30 വർഷമായിട്ടില്ലേ. ഞാൻ നാഷണൽ ഡെയിലി വർക്ക് ചെയ്യുന്നില്ല, ഇൻ്റർനാഷണൽ വർക്ക് ചെയ്തില്ല. എനിക്കറിയത്തില്ലയോ എവിടെ നെയ്മാർക്ക് ഇത് കിട്ടുന്നതാണ്. കാരണം ആ സാധനം കണ്ടിട്ട് അതിനെ മലയാളീകരിച്ച് കോപ്പി അടിച്ചിട്ട് അവരൊരു സംഭവം ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഇറാൻ ഭയങ്കര യുദ്ധം ചെയ്യുന്നു, ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു, ഹമാസ് ഇപ്പം മുക്കിക്കളയും. ഇതൊക്കെ പുള്ളിയുടെ വ്യാഖ്യാനങ്ങളാണ്. ഇതെടുത്തിട്ട് ചാനലിൽ മേജറായിട്ടുള്ള എഡിറ്റോറിയൽ. അപ്പോൾ അവരതിനെപ്പറ്റിയാണ് കൂടുതൽ ഡിസ്കഷൻസും. ആ രീതിയിലുള്ളൊരു ആയിട്ട് ഹമാസ്, പ്രോ ഹിസ്ബുള്ള, പ്രോ ഇറാൻ, അതേപോലെ പ്രോ ആസാദ്, പ്രോ ഹൂത്തി, ആ രീതിയിലൊന്ന് പോകും. പിന്നെ പല കാരണങ്ങളുണ്ട് മാറാൻ. ഒന്ന് പേടിച്ചിട്ട് ട്രംപ് വരുന്നു. കാരണം 20-ാം തീയതി ട്രംപ് അധികാരത്തിലെടുക്കുക ജാനുവരിയിൽ. അപ്പം ഇപ്പോഴും രസകരമായ സംഭവം. കാരണം ഞാൻ ഈ സ്ഥിരമായിട്ട് ഇയാളുടെ ഡിബേറ്റ് കാണുന്നത്. ഇതിനകത്ത് ഇയാൾ ആദ്യം പറഞ്ഞു ഹമാസ് ഈസ് അൺബീറ്റബിൾ, ഹമാസിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇന്നലെ ചർച്ചയിൽ പറയുന്നത് ഹമാസ് തോറ്റു, നാശമായി, ഇനി അത് തിരിച്ചു വരുന്ന കാര്യം കഷ്ടമാണ്. അതേപോലെ തന്നെ പറഞ്ഞു ഇറാൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരെ മിനിഞ്ഞാന്ന് വരെ പറഞ്ഞയാൾ റിബൽസ് സിറിയക്കകത്ത് കയറി അത് ഡെമാസ്കസ് പിടിച്ച് പെട്ടെന്ന് ഇയാളുടെ സംഭവം മാറ്റി പറഞ്ഞു ഇറാൻ ഈസ് സറണ്ടേഡ്, ഇറാൻ അക്സെപ്റ്റഡ് ദ ഡിഫീറ്റ്. ഈ വാക്കാണ് ഉപയോഗിച്ചത്. അതായത് ഇറാൻ തോറ്റു, അവർ സറണ്ടർ ചെയ്തു. ദ ന്യൂ റിജീം, അതായത് പുതിയതായിട്ട് വന്ന ഇറാനിയൻ ഗവൺമെന്റ്, they are not willing to part of Arabian politics. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് they surrendered, they don't have anything. അതായത് പുതിയ ഇറാനിയൻ റെജീം എന്ന് പറഞ്ഞ മസൂദ് പസഷ്കാൻ, അദ്ദേഹം പഴയ പോലെ ഇബ്രാഹിം റീസിയെ പോലൊരു ആളല്ല. പിന്നെ അയാൾ പറഞ്ഞ അടുത്ത പോയിന്റ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ യൂട്യൂബിൽ എടുത്ത് നിങ്ങൾ കാണാൻ സാധിക്കും. അടുത്ത പോയിന്റ് ഇയാൾ പറയുന്നത് അലി ഖമേനി ഈസ് ഫിനിഷ്ഡ് and his loyalist is under detained. They are under custody. They cannot even talk. ഇതൊക്കെ ഇയാളുടെ വാക്കുകളാണ്. അപ്പോൾ അതായത് മനസ്സിലാക്കുക, ഇപ്പം ഇതിൻ്റെ റിഫ്ലക്ഷൻ ഈ ചാനലിൽ വരാൻ തുടങ്ങി. അതായത് ചാനൽ ഇത്രയും നാൾ ഇവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ചാനൽ പെട്ടെന്ന് ഇവർ എഡിറ്റോറിയലിൽ ഗാസയുടെ ആ പ്രശ്നമൊക്കെ പറയുന്നതേ ഉള്ളൂ. ബാക്കി ഇറാന്, ലെബനൻ, അതേപോലെ തന്നെ സിറിയ, ഹൂത്തി പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി. ഞാൻ പറഞ്ഞ 2 ഫാക്ടേഴ്സ്, ഒന്ന് ട്രംപ്, മറ്റൊന്ന്
ഈ അറേബ്യൻ രാജ്യത്ത് ഈ പറയുന്ന ടെറർ ഗ്രൂപ്പുകളെ അനുകൂലിക്കുന്നവരുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു. അവർക്ക് അറേബ്യൻ ചാനലുണ്ട്. ദോഹ ഗവൺമെൻറ്റാണ് ഫണ്ട് ചെയ്യുന്നത്. കാരണം ഇവർ വലിയ സാലറി കൊടുത്താൽ പല ആൾക്കാരും അവിടെ നിൽക്കുന്നൊന്നുമില്ല. കാരണം ഇവരുടെ പോളിസി കാരണം പല ആൾക്കാരും ചാടിപ്പോവുകയാണ്. അപ്പോൾ പറയാൻ വരുന്നത് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈ സിറിയൻ റിബൽസ് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ അന്ന് ഞാൻ ഡിബേറ്റ് ഇരുന്ന് കേട്ടു രാത്രി എന്ത് വേണം വാട്ട് ഈ സപ്പോസ് ടു സേ. അപ്പം അന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് അസാദ് ക്യാൻ പ്രിവെന്റ് ദം ഈസിലി. റഷ്യ വിൽ സപ്പോർട്ട് അസാദ്, ഇറാൻ ഓൾസോ വിൽ സപ്പോർട്ട് അസാദ്. അതായത് റഷ്യ സപ്പോർട്ട് ചെയ്യും അസാദിനെ, ഇറാനും സപ്പോർട്ട് ചെയ്യും. ദ റിബൽസ് മേ ഗോ ബാക്ക്, അതർവൈസ് ദേ വിൽ ബാനിഷ് ഫ്രം ദ എർത്ത്. ഈ വാക്കാണ് അയാൾ ഉപയോഗിച്ചത്. അയാൾ ഇപ്പൊ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, അത് കഴിഞ്ഞ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അസാദ് റൂയിൻ ദ കൺട്രി. നേരെ തിരിച്ചു. അതായത് 1 മണിക്കൂർ മുമ്പ് പറഞ്ഞ കാര്യം പെട്ടെന്ന് തിരിച്ചു. ഹി ഡിസ്ട്രോയ്ഡ് സിറിയ, ഹി ഡിസ്ട്രോയ്ഡ് അറേബ്യൻ പെനിൻസുല. ഈ വാക്കൊക്കെയാണ് പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അതായത് നേരത്തെ റിബൽസിന് എതിരായിട്ട് പറഞ്ഞയാള് ഈ പറയുന്ന ചാനൽ പെട്ടെന്ന് ജോലാനിയെ വലിയ സംഭവമാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ അൽ ജസീറയുടെ റിപ്പോർട്ടേഴ്സ് ഒന്നും ഇവരത് ക്യാപ്ചർ ചെയ്ത ശേഷം അങ്ങോട്ട് പോയിട്ടില്ല. കാരണം അവന്മാരെടുത്ത് ഈ റിബൽസ് എടുത്ത് ഇവന്മാരെ പിടിച്ച് അലക്കും എന്നുള്ള പേടിച്ചിട്ടാണ്. ഇപ്പോഴതിൻ്റെ ബോർഡറിലൊക്കെ ഇപ്പോഴാണ് ഇവർ ലോഹ്യം ചമഞ്ഞ് അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഇയാൾ പറഞ്ഞു, അതായത് ഇൻ ലെബനനിൽ സോ ഇസ്രായേൽ വിൽ സഫർ എന്ന് തന്നെ പറഞ്ഞു ലെബനനിൽ. പക്ഷെ ഇപ്പോൾ അയാൾ മാറ്റി പറയുന്നു ഹിസ്ബുള്ള മേ നോട്ട് കം ബാക്ക്. അല്ല, ഹിസ്ബുള്ള ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ല. ഇയാൾ നസറുള്ളയ്ക്ക് അനുകൂലമായിട്ട് പല ആവർത്തി സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം അയാൾ ഷിയ കമ്മ്യൂണിറ്റിയെ മുഴുവനും ഒന്നിച്ചെടുക്കാൻ കഴിയും. അത് വലിയ ഫ്രണ്ട് ലൈനായിട്ട് ഇറാന് വേണ്ടി മാത്രമല്ല മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾക്കും എഗെയിൻസ്റ്റ് അമേരിക്ക, എഗെയിൻസ്റ്റ് ഇസ്രായേൽ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് വേണം, ഇവർ അമേരിക്കയെ ഭയങ്കര കുറ്റമായിട്ട് പറയും, കാരണം ദോഹയില. പക്ഷേ ഇവർ പറയുന്നത് ഇസ്രായേലിനെ പറയും, മറ്റുള്ള വെസ്റ്റേൺ കൺട്രീസിനെ പറയും. പക്ഷേ പുള്ളി ഈ മാർബ ബിഷാറ എന്ന് പറയുന്നയാളെ ഞാൻ ഇപ്പോഴൊന്നും, എനിക്ക് വളരെ വർഷം കൊണ്ട് ഇയാളുടെ പുസ്തകമൊക്കെ വായിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു പ്രാവശ്യം ഡൽഹി വെച്ച് ഇയാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഈ ബിഷാറയുടെ ആ ചേഞ്ചസ് അത് കേരളത്തിൽ ഈ പല യൂട്യൂബേഴ്സ് അവർക്കും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം അയാൾ അതിൻ്റെ പ്രധാനമായിട്ട് കാര്യങ്ങളും പോളിസീസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ആ കൺഫ്യൂഷനാണ് പല ചർച്ചകളും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നില്ല. കാരണം ഇവർക്ക് ഫീഡ് എവിടെയും കിട്ടായില്ലല്ലോ. ഈ സാധനം എടുത്ത് കോപ്പി അടിച്ചിട്ടാണ് അവരുണ്ടാക്കിയെടുക്കുന്നത്, മലയാളി വൽക്കരിക്കുന്നത്. അതായത് മനസ്സിലാക്കുക. അതായത് ഒരു ചാനലിൻ്റെയാണ് എഡിറ്റോറിയൽ ഒരു പോളിസി ഉണ്ട്. ആ പോളിസി എന്ന് പറയുന്നത് ഈ അന്ധമായ രീതിയിലുള്ള ഒരു മതവൽക്കരണത്തിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് തിരിച്ചടി ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഇപ്പം ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഏറ്റവും വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ നടന്നത്, ലോകത്ത് ഇസ്രായേലിനെതിരെ, അവിടുത്തെ പോഴ്സിനെതിരെ, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ലോകത്ത് ഏറ്റവും വലിയ പ്രതിഷേധം, പ്രൊട്ടസ്റ്റ് നടന്ന ഇസ്രായേലി ഗവൺമെന്റിനെതിരെ, IDF-നെതിരെ. എന്താ കാരണം? കാരണം അതൊരു ജനാധിപത്യ രാജ്യമാണ്. ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തോ അറേബ്യൻ രാജ്യത്തോ നടന്ന് കേട്ടിട്ടുണ്ട്? അപ്പം അങ്ങനെയുള്ള രാജ്യത്ത് അവരുടെ ട്രെയിൻഡ് ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സ്, അപ്പോൾ അവരെ ഇതേപോലെയുള്ള മിലിഷ്യ ഗ്രൂപ്പിന് അനുകൂലമായിട്ട് ഇതേപോലെയുള്ള വാർത്ത കൊടുത്തിട്ട് ഒപ്പീനിയൻ മേക്കേഴ്സായിട്ട്, ഇൻഫ്ലുവൻസേഴ്സായിട്ട് ഇരിക്കുന്നവർ, ഈ കേരളത്തിലെ ചൂടാപ്പി ചാനലിൽ യൂട്യൂബിനും വാരി കൊടുത്ത സംഭവം, അത് വെച്ച് കേരളത്തിൽ എല്ലാവരും കിടന്ന് ചൂടാപ്പികൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പിടികിട്ടിയിൽ എവിടുന്നാണ് ഇത് വന്നത്, എങ്ങനെയാണിത് പോയത്? 2 ദിവസം കൊണ്ട് കേരളത്തിൽ ഇവന്മാരെ കൺഫ്യൂസ്ഡ്. എൻ്റെ കാര്യം എന്തുവാ? കാരണം അവൻ നിർത്തി ഈ പരിപാടി. കാരണം അവന് മനസ്സിലായി ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് ഈ ജേർണലിസം എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ഒത്തിരി ഇൻഡിവിജ്വൽ റിസർച്ചും ഒരു ടീം റിസർച്ചൊക്കെ ഉണ്ട്. അല്ലാതെ കോപ്പി അടിച്ചാൽ ഇതുപോലെ ഇരിക്കും. ഇതാണ് ഈ വീഡിയോയ്ക്ക് അത് പറയാറുള്ളത്.